ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ഇയറിൻ്റെ മേലെയായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ടാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും പ്രൊഡക്റ്റ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈം തൊട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഫേസിലൊക്കെ ടാൻ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ടാനിങ് മാറ്റാനായിട്ട്, ടാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഒരു ഫേസ് പാക്ക് ഇടുന്നതിനെക്കാട്ടും കുറച്ചും കൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്രീമായിട്ട് അത് യൂസ് ചെയ്യാം. അതിനോടൊപ്പം നമ്മൾ സൺസ്ക്രീനും അങ്ങനെയുള്ള കാര്യങ്ങളും ഇടണം. എന്നാൽ മാത്രമേ കൂടുതൽ നമുക്ക് എഫക്റ്റ് ആവുള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് 1 അല്ല 2 ഇയേഴ്സിൻ്റെ അടുത്തായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾസും അങ്ങനെയുള്ള റാഷസ്, പിഗ്മെൻറ്റേഷൻ കൂടുതലായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 3 മന്ത്സിൽ കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടി. 3 മന്ത്സ് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു 3 മന്ത്സ് കൊണ്ട് ഓൾമോസ്റ്റ് ടാനിങ് ഒക്കെ എന്തായാലും മാറും. പിന്നെ എനിക്ക് അത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. കോജി ഗോൾഡ് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷെ ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയായി കേട്ടോ, ഇത്രയും ആയി. അപ്പോൾ പുതുത് ഇപ്പം മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ സ്കിൻ ലൈറ്റനിങ് ക്രീം എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ ഈ ടാനിങ് പിഗ്മെൻറ്റേഷൻ കൂടുതലായ സമയത്ത് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണ് ഇതൊരു വൈറ്റമിൻ B3 ആൻഡ് C കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത്. അതായത് ഇപ്പം നമുക്ക് കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് മസ്റ്റ് റിസൾട്ട് കിട്ടും. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, കുറച്ച് ഡ്രൈയും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓയിലിയും കൂടിയാണ്. ഇവിടെയൊക്കെ നന്നായിട്ട് ഓയിലി, ചെറിയ രീതിയിൽ ഓയിലി സ്കിന്നും കൂടിയാണ്. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പം ഇതൊരു പ്രമോഷനായിട്ട് ഞാൻ ഉദ്ദേശിച്ചതല്ല. ഇതെനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് പിഗ്മെൻറ്റേഷൻ മാറാൻ നമ്മളിപ്പം ഈ ഡെയിലി നമ്മൾ ഈ മഞ്ഞൾ തേക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ ക്രീം വേറെ ഏതെങ്കിലും ലൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റിന്. വേറെ എനിക്ക് മുഖത്ത് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ നല്ല റിസൾട്ട്, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതായത് ഞാൻ ഒരു 30 ഡേയ്സ് കൊണ്ട് എനിക്ക് നല്ല വ്യത്യാസം വന്നു മുഖത്ത്. അപ്പോൾ ഞാൻ 90 ഡേയ്സ് കണ്ടിന്യൂസ് ഉപയോഗിച്ചു. 90 ഡേയ്സ് എങ്കിലും കണ്ടിന്യൂസ് ഉപയോഗിക്കണം എന്നാണ്. 90 ഡേയ്സ് കണ്ടിന്യൂസ് ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഫുൾ ടാന് മൊത്തം ടാനാണ് മെയിനായിട്ട് പോകുന്നത്. ടാനിപ്പം ഫുള്ളായിട്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെന്തോ ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് മേടിച്ചത് ഒരു 400 സംതിങ്, ഒരു ഓഫർ ചേർത്ത് 420 അങ്ങനെ എന്തോ ആണ് എനിക്ക് വന്നിരിക്കുന്നത് എമൗണ്ട്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ട്വൈസ് ഇടുക. അതായത് രാവിലെ ഒരു വട്ടം നന്നായിട്ട് നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. ഒരു മൈൽഡ് രീതിയിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈവനിങ് ഏതെങ്കിലും ഒരു ടൈമിൽ ഈവനിങ് ഫേസ് നല്ലോണം ഇതുപോലെ തന്നെ വാഷ് ചെയ്തതിന് ശേഷം ഈവനിങ്ങും അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഞാൻ നൈറ്റ് ക്രീം എന്തെങ്കിലും യൂസ് ചെയ്യും. എന്നിട്ടാണ് ഞാൻ നൈറ്റ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാമെന്ന് എനിക്ക് അറിയത്തില്ല, യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഡെയിലി ട്വൈസ് എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ 30 ഡേയ്സ് കൊണ്ട് നല്ല രീതിയിൽ റിസൾട്ട് വരും. സൂപ്പറായിട്ട് നമുക്ക് ഗ്ലോയിങ് അല്ല, നമ്മൾ ടാൻ മാറും. കരിവാളിപ്പാണ് ഉദ്ദേശിക്കുന്നത്. പിഗ്മെൻറ്റേഷൻ എല്ലാം നല്ല രീതിയിൽ മാറും. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് നമ്മളെ സ്കിൻ എല്ലാവരുടെയും ഗ്ലോ തന്നെയാണ്. അപ്പോൾ ആ ഗ്ലോ തിരിച്ചു വരാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. 30 ഡേയ്സിൽ ഇപ്പോൾ നല്ല റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് എല്ലാത്തിനും ഒരു കണ്ടിന്യൂഷൻ നമുക്ക് വേണം. ഇപ്പോൾ നമ്മൾ ഒരാഴ്ച ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, 2 വീക്സ് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിന് യൂസ് ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമ്മൾ ബെറ്റർ നമുക്ക് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 30 ഡേയ്സെങ്കിലും മിനിമം യൂസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 1 മന്തിൽ റിസൾട്ട് കിട്ടി. 1 മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല രീതിയിലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യണം. അതേപോലെ ഇൻ കേസ് നമ്മൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീന് മസ്റ്റാണ്. ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം അതിന് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ഫേസിലും നെക്ക് ഏരിയയിലും ആണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫേസിലും നെക്ക് ഏരിയയിലും ആണ് നമുക്ക് ടാനിങ് കൂടുതൽ വരിക.
ഞാൻ മെയിനായിട്ട് ഇത് സജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം നമുക്ക് ഇതിന് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ നോർമൽ ഒരു ക്രീം ഇടുന്ന പോലെ തന്നെയാണ് ഈ ക്രീം വരുന്നത്. അപ്പം ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് എത്ര ദിവസം കൊണ്ട് നമുക്ക് റിക്കവർ ആവുമെന്നുള്ളത്. അപ്പം ബെസ്റ്റ് റിസൾട്ടാണ്. അതുകൊണ്ട് നമുക്ക് നോർമൽ രാവിലെ നമ്മൾ ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ആ ക്രീം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്യുക. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരിക്കലും റിസൾട്ട് കിട്ടാതിരിക്കില്ല. കാരണം ഞാൻ അത്രയും എനിക്ക് ബെനിഫിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും. അപ്പം കറക്റ്റ് നല്ല ശരിയായ മെത്തേഡിൽ യൂസ് ചെയ്യുക, ട്വൈസ് യൂസ് ചെയ്യുക, അതേപോലെ സൺസ്ക്രീൻ ഇടുക, മുഖം ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി കളഞ്ഞിട്ട് മാത്രമേ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.